നിന്നിട്ടാണ്. എനിക്ക് തോന്നുന്നത് ബേസിലേറ്റന്റെ ഇൻട്രോസിൽ ബേസിലേറ്റന്റെ സീൻസിലൊന്നും പുള്ളി ഇത്രയ്ക്ക് കൈ അടിച്ചിട്ടില്ല. ചേട്ടന്റെ ഇൻട്രോ വന്നപ്പോ പുള്ളി എഴുന്നേറ്റ് നിന്നായിരുന്നു കൈ അടിച്ചത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദ പവർ ഓഫ് യുവർ ഫ്രണ്ട്ഷിപ്പ്. അത് അതെ, ഇത് നമ്മൾ ഈ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് നാളായിട്ട് അറിയാവുന്നതും നന്നായിട്ട് അറിയാവുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു സ്നേഹവും ഇഷ്ടമൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പൊ നമ്മള് സ്നേഹമാണെങ്കിലും അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തൊന്നും വരില്ല. എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മൾ പൊതുവേ നമ്മൾ മലയാളികളല്ലേ, നമ്മളുള്ള വീട്ടിലൊക്കെ പോയിട്ട് അപ്പനമ്മയൊന്നും കെട്ടിപ്പിടിച്ച് അതിലൊക്കെ അതൊന്നും പറയില്ലല്ലോ. നമുക്കത് ഉള്ളിലുണ്ടാവും, എന്താ ഭയങ്കര സ്നേഹം ഉള്ളിലുണ്ടാവും. ആരോടാണെങ്കിലും നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അത്രയ്ക്കും എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരല്ല നമ്മളാണ്. ഞാനിപ്പോ എന്റെ ചേട്ടനായിട്ടാണെങ്കിൽ ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് എന്താ പറയാ ഒരു എന്നെ എങ്ങനെ എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി എന്നൊന്നും പറയുന്നില്ല. അതല്ലാതെയുള്ള ജസ്റ്റേഴ്സിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ നമ്മൾ വാക്കാലങ്ങൾ പറയുന്നത് വളരെ കുറവാണ്. അതേപോലെ ഒരു എക്സ്പ്രഷനാണ്. ഞാനില്ലാത്തപ്പോ എനിക്ക് വേണ്ടി കൈയടിച്ചു, ഞാൻ ഉള്ളപ്പോ കൈയടിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. പക്ഷെ ഞാൻ കണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു അപ്പൊ എന്തുകൊണ്ട് ആ സമയത്ത് കുട്ടി കൈയടിച്ചില്ല? പക്ഷെ ആദ്യം തന്നെ ബേസിലേറ്റൻ ഈ മൂവി കഴിഞ്ഞ് വിളിച്ചപ്പോ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താ? ഓർമ്മയില്ലാതെ പറയാൻ. അല്ല, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ബേസിലേറ്റൻ ഫസ്റ്റ് ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്റർ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാരും കൂടെ വിളിച്ചല്ലേ ഹലോ ശരിക്കും അത് എന്താന്ന് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ ഇതന്നെ സിനിമയുടെ സന്തോഷം പങ്കുവെച്ച് തന്നെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ഒരു സിനിമയില് ഈ അണിയറ പ്രവർത്തകരുടെ നിൽക്കുമ്പോ തന്നെ പറയണം, ഈ മൂവിയിലെ ഏറ്റവും ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു ക്യാമിയോ. ഓക്കെ, ഈ ഒരു ക്യാമിയോന്റെ പേരില് വന്ന ചർച്ചകൾ അതിഭീകരമായിരുന്നു. ഈ ഒരു ക്യാമിയോന്റെ ഐഡിയ ആരായിരുന്നു കൊണ്ടുവന്നതെന്നൊന്ന് പറയോ? സ്ക്രിപ്റ്റിൽ ഐഡിയ ഉണ്ടായിരുന്നു. വളരെ നമ്മൾ സമീപിച്ചു. സഞ്ജുവിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അനന്തുമാണ് ആക്ച്വലി പേര് പറയാൻ. കുറെ ഓപ്ഷൻസ് ഇങ്ങനെ പറഞ്ഞു വൈനോട്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ അങ്ങനെ പുള്ളി വന്ന് അടിപൊളിയായിട്ട് ആ കാറിലുള്ള സീക്വൻസ് എല്ലാം ഇവരെല്ലാവരും കൂടി ആ സീനിലേക്ക് കുലിപ്പിച്ച് ക്യാമിയോ കയ്യിൽ ഡയലോഗ് ഇട്ട് എല്ലാവരും കൂടി വിളിപ്പിച്ച് അടിപൊളിയാക്കി. ഞങ്ങൾ എപ്പോഴും തിയേറ്ററിൽ തന്നെ പറയാം, ഇവർക്ക് ഇങ്ങനെയായിട്ട് ഷൂട്ട് ചെയ്യണേ. പ്രത്യേകിച്ച് നിങ്ങളുള്ള കോമ്പിനേഷൻ ഒക്കെ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫൺ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ എന്റെ ഷാനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, ഈ ലിറിക്കൽ മീഡിയയിൽ ഒരു കാര്യം കൺഫ്യൂഷൻ തോന്നാൻ സാധ്യത. അത് ഇത് സംസ്കൃതത്തിലാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. എന്താ രാമ നീ എന്നെ സങ്കടപ്പെടുത്തിയതെന്നാണ് തീം. അപ്പൊ ഇത് കമ്പോസ് ചെയ്തത് രുദ്രവീണയിലാണ്. രാമന്റെ ഇൻസ്ട്രുമെന്റിൽ അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വേദിക്ക് വരുമ്പോൾ പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷുവർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫോർമൽ പ്രസ് മീറ്റ് അല്ല. ഈ ഒരു സക്സസ് നിങ്ങളുടെ കൂടെ പങ്കുവെക്കണം എന്നതുകൊണ്ടാണ് നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ